ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും ഇഷ്ടുക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇന്നലെ ഒരു പാക്കറ്റ് പാലപ്പപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ രാത്രി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ എല്ലാം കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചേക്കുവാണ്ട് വെള്ളം ഒഴിച്ച് തേച്ച് കഴുകാനൊന്നും നിന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യണം. ഞാൻ വേഗം തന്നെ ഗ്യാസ് അടുപ്പൊന്ന് തുടക്കാൻ പോവാണ്. അപ്പത്തിൻ്റെ മാവ് കുറച്ച് ടൈറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടാണ് ഞാനിതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകാത്താണ്. ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകിയാണ് എഴുന്നേക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഉണർന്നു. പിന്നെ ഞാനങ്ങനെ വെറുതെ കിടന്നപ്പോൾ ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഴുന്നേറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസ് അടുപ്പ് ഒന്ന് തുടക്കട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട് കേട്ടോ. അറിയില്ല, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കിടന്നങ്ങ് ഉറങ്ങിപ്പോയാൽ പോവില്ല, അല്ലെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട് കേട്ടോ. രാത്രി കിടക്കാൻ നേരത്തെ എന്നും വിചാരിക്കട്ടെ രാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണമെന്നൊക്കെ. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും അങ്ങനെ കിടന്നുറങ്ങിപ്പോകും, മടിയായിരിക്കും. പിന്നെ എന്താണെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റവ് തുടച്ച് കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് തുടച്ചിടണം. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്, അതൊന്ന് ചൂടാക്കണം. പിന്നെ കട്ടൻ കാപ്പി വെക്കണം. പിന്നെ ചിലപ്പോൾ മോളും കുഞ്ഞുങ്ങളും അഖിലും ഒക്കെ വരും കേട്ടോ. അപ്പോൾ കുഞ്ഞിനുള്ള കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്. വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കും. എനിക്ക് കുറേ പാത്രങ്ങൾ വേണം കേട്ടോ. ആകെ രണ്ടു കൂട്ടം, അല്ലെങ്കിൽ മീനൊക്കെ മേടിക്കണമെങ്കിൽ കറിയും വെക്കും വറുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരു കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കുള്ളൂ. എന്നാലും കുറേ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവും കേട്ടോ. കഴുകാൻ നേരത്തായിരിക്കുമ്പോൾ ഇത്രയും പാത്രങ്ങൾ എടുക്കേണ്ടിയില്ല എന്ന് വിചാരിക്കുന്നത്. ഇന്ന് സിങ്കിൽ തന്നെ ഇട്ടാണ് കേട്ടോ പാത്രങ്ങൾ കഴുകുന്നത്. പുറത്ത് പോകാൻ മടിയാവാണ്. എന്താണെങ്കിലും ഇരട്ടി പണിയാവും. താഴെ വെള്ളം വീണിട്ടുണ്ടാവും, അപ്പോൾ അത് തുടച്ച് കളയേണ്ടി വരും. ടാപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം എടുത്ത് കഴുകാറില്ല, എന്നാലും താഴെ വെള്ളം വീഴും കേട്ടോ. അപ്പോൾ ഇതേ പാത്രം കഴുകി കഴിഞ്ഞു. ഇനി ചോറ് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു, അതും തുടച്ച് കളയുന്നുണ്ട്. മുകളിലും കൗണ്ടർ ടോപ്പും തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. കുറുക്കുണ്ടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുക്കള ഒന്ന് അടിച്ചിടുന്നുണ്ട്.
അപ്പോൾ അതേ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇനി ചോറ് ചൂടാക്കി കഴിഞ്ഞു, കുറുക്കും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഇഷ്ടമുണ്ടാക്കാനുള്ള കിഴങ്ങും സവാളയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേണ് കേട്ടോ. അതിനിടയ്ക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ട് കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമുണ്ടാക്കാനായിട്ട് കിഴങ്ങ് പാത്രത്തിലാണ് കേട്ടോ, ഒരു ചെറിയ ഉരുളിയിലാണ് കേട്ടോ ഇട്ട് വേവിക്കാൻ വെക്കുന്നത്. കുക്കർ കംപ്ലൈൻ്റ് ആയിരിക്കണം. കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ എയർ പോവും, അത് പണിയാവും. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ പിന്നെ വലിയ കുക്കറിൽ വെക്കേണ്ടി വരും. ചെറിയ കുക്കർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഉരുളിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ കട്ടൻ കാപ്പി തിളച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടമുണ്ടാക്കാനുള്ള തേങ്ങ പുളി എടുക്കാൻ പോകണം കേട്ടോ. പാല് പിഴിയാൻ പോവാണ്. അപ്പോൾ ഞാൻ ചിരണ്ടുന്നില്ല, പുളി എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കും. എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് തേങ്ങ പുളിയെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് പാല് പിഴിഞ്ഞെടുക്കും കേട്ടോ. ഒന്നാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നാം പാല് മാത്രം മാറ്റി വെക്കുന്നുള്ളൂ. ബാക്കിയുള്ളതിലിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മിക്സിയുടെ ജാറും പിന്നെ പാല് പിഴിയാനെടുത്ത പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഈ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. അപ്പോൾ ഇത് ഉരുളി സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്ന കഷ്ടപ്പെട്ട് നെയ്യ് ഒഴിച്ചെടുക്കുന്നത്. പിന്നെ ഇത് ഒരു 5-8 എണ്ണം ഉണ്ട് കേട്ടോ. കറിയാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, പട്ടയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കറിയാമ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു 4 പച്ചമുളകും 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
സവാള ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും പച്ചമുളകും ഒക്കെ വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കിഴങ്ങ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തുറന്ന് വെച്ച് തന്നെ വേവിക്കുകയാണ് കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് തൂവിപ്പോവും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. എന്നിട്ട് ഞാൻ കുറച്ച് കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാലും നീട്ടിയൊക്കെ ഇരുന്ന് കാപ്പി കുടിക്കണമെന്നപ്പോൾ തോന്നുന്നത് എന്തോ വലിയ ജോലി ചെയ്ത പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടു ഇവിടെ തിളച്ച് വരുന്നുണ്ട്. കിഴങ്ങൊന്നും കൂടി വേവണം കേട്ടോ. വെന്ത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. കുക്കറിലാണെങ്കിൽ വേവായന്, ഇതിപ്പോൾ കുറേ നേരം ഇട്ട് വേവിക്കണം. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ വെച്ച് ഒന്നും കൂടി ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാലപ്പവും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങിഷ്ടവും പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.